സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിന് വീണ്ടും കുരുക്ക്. ആദായനികുതി വകുപ്പ് 1700 കോടിയുടെ നോട്ടീസ് കൂടി അയച്ചു. ഇതോടെ ആകെ അടയ്ക്കേണ്ട തുക 3567 കോടി രൂപയായി. ആദായനികുതി വകുപ്പ് നടപടി നാളെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഓരോ ദിവസവും പുതിയ നോട്ടീസുകൾ, ഓരോന്നിലും അടയ്ക്കാൻ നിർദ്ദേശിക്കുന്നത് കോടികൾ. 2014-15 മുതൽ 2016-17 വരെയുള്ള 3 സാമ്പത്തിക വർഷങ്ങളിലെ ആദായനികുതി പുനർനിർണയം പൂർത്തിയാക്കി ആദായനികുതി വകുപ്പ് കോൺഗ്രസിന് നൽകിയത് 1745 കോടി രൂപയുടെ പുതിയ നോട്ടീസാണ്. നേരത്തെ ലഭിച്ച 1823 കോടിയുടെ നോട്ടീസ് കൂടിയാകുമ്പോൾ മൊത്തം തുക 3567 കോടിയായി ഉയർന്നു. വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനകളുടെയും കമൽനാഥ്, DK ശിവകുമാർ തുടങ്ങിയവർ പിരിച്ചെടുത്ത തുക അക്കൗണ്ട് വഴിയല്ലാതെ നൽകിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് BJP നന്ദി പറയണമെന്ന് ആദായനികുതി കേസിലെ കോൺഗ്രസ് അഭിഭാഷകനും MP-യുമായ വിവേക് ധൻക പരിഹസിച്ചു. ആദായനികുതി വകുപ്പ് നോട്ടീസിനെതിരെ നാളെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ആദായനികുതി പരിശോധന കാലാവധി കഴിഞ്ഞ ശേഷം കേന്ദ്ര ഏജൻസി നടത്തുന്നത് നിയമപരമല്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം. ആദായനികുതി വകുപ്പ് നടപടിക്കെതിരെ 2016 കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. ഇതിനൊപ്പം സമീപ ദിവസങ്ങളിലെ കേന്ദ്ര ഏജൻസിയുടെ നടപടിയും കോൺഗ്രസ് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നേക്കും. റിപ്പോർട്ടർ, ദില്ലി.